സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മലയക്കോട്ട വാലിബൻ മലയാള സിനിമയിലെ ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമ മലയക്കോട്ട വാലിബൻ. ഇപ്പോഴത്തെ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നു, അതിൻ്റെ ഫാൻ ഷോ ഉണ്ട്. സോ അതോടെ തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ടകം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. മലയക്കോട്ട വാലിബൻ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ പറയുന്നു, ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വരാൻ പോകുന്നത് ഈ സിനിമയുടെ ഹൈപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ആ ഒരു മികച്ച സംവിധായകൻ മോഹൻലാലിനെ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പെക്ടേഷൻ വാനോളം തന്നെയാണ്. മോഹൻലാൽ എന്ന നടൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സിനിമയിലൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാടധികം പ്രതീക്ഷിക്കും. കുറച്ച് മാസ് പ്രതീക്ഷിക്കും, കുറച്ച് ക്ലാസിക്കും പ്രതീക്ഷിക്കും. എന്നാൽ ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു, മുഴുവനായിട്ടും ഇതൊരു മോഹൻലാൽ പടമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അഥവാ മോഹൻലാൽ എന്ന നടനെ വളരെ കുറച്ച് മാത്രമേ പുള്ളിക്കാരൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന താരത്തിനെ വളരെ ചുരുക്കമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിനയ കഴിവ് തെളിയിക്കുന്ന കുറച്ചധികം നിമിഷങ്ങളുണ്ട്. എന്നാൽ പോലും അദ്ദേഹം എന്ന താരം അഥവാ മോഹൻലാൽ എന്ന താരത്തിനെ ഉപയോഗിക്കുന്ന വളരെ കുറച്ച് സീനുകൾ മാത്രമേ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കൂ. തീർച്ചയായിട്ടും അത് മോഹൻലാൽ ആരാധകർക്ക് ഒരുപാടധികം നിരാശ പകരും. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സിനിമയിലൂടെ ഒരിക്കലും നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കില്ല. കാരണം പുള്ളിയുടെ സിനിമയിൽ എപ്പോഴും ഉണ്ടാകുന്നത് കണ്ടന്റാണ്, ക്വാളിറ്റി മേക്കിങ്ങുമാണ്. തീർച്ചയായിട്ടും അത് രണ്ടും ഈ സിനിമയിൽ ഉണ്ട് എന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ശക്തി തന്നെയാണ്. വീണ്ടും ഇനി ഈ സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫ് കുറച്ചധികം ലാഗായിട്ട് അനുഭവപ്പെട്ടു. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി. എന്നാൽ അതേസമയം സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സിനിമ കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് നന്നായി കഴിഞ്ഞാൽ സിനിമ വിജയിക്കും. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഈ സിനിമ നല്ലതുപോലെ നീതി പുലർത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്ക് കുറെ കൂടി എൻഗേജിങ് ആണ്. ഇത് മാത്രമല്ലാതെ കുറേയധികം ഫാന്റസി എലമെന്റ്സുകളുണ്ട്. അതിലുപരി സിനിമയുടെ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, സിനിമയിലേക്ക് ഒരു സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട്. സോ അതോടെ തന്നെ കുറേയധികം കാര്യങ്ങൾ പറയാതെ പറഞ്ഞു വെച്ചൊരു സിനിമ തന്നെയാണ് മലയക്കോട്ട വാലിബൻ. സ്ഥിരം LJPയുടെ ആ ഒരു മേക്കിംഗ് ശൈലി തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിലും കാണാൻ സാധിക്കുന്നത്. കൊമേഴ്ഷ്യൽ എലമെന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്, എന്നാൽ ഇല്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് പുള്ളിയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ നല്ലതുപോലെ അറിയാം. സോ അതോടെ തന്നെ കൊമേഴ്ഷ്യൽ എലമെന്റുകൾ ഉണ്ട്, എന്നാൽ പോലും പുള്ളിയുടെ ഒരു ശൈലി കയറി വരുമ്പോൾ അത് കുറെ കൂടി ഒരു പീരീഡ് ഡ്രാമ എന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാകാൻ പോകുന്നത് ഈ സിനിമയുടെ ഹൈപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങാൻ എത്ര ആരാധകർക്ക് സാധിക്കുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം കുറച്ചധികം എക്സ്പെക്ടേഷൻ എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ ഇത് മീറ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അത് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് എവിടേക്കോ തോന്നുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ്. എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല. എന്നാൽ പോലും ഒരു കാര്യം ഇപ്പോഴേ പറയുന്നത്, നമുക്ക് എക്സ്പെക്ടേഷൻ കുറച്ച് കഴിഞ്ഞാൽ സിനിമ തീർച്ചയായിട്ടും നല്ലതുപോലെ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഓവർ ഹൈപ്പ് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് ഈ സിനിമയ്ക്ക് വരാനും സാധ്യതയുണ്ട്. എത്രമാത്രം അത് ഈ സിനിമയെ ബാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം അത് ഈ സിനിമയെ മുൻപോട്ട് കൊണ്ടുപോകും എന്നെല്ലാം കണ്ടു തന്നെ അറിയാം. തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസുകൾ കയറി കഴിഞ്ഞാൽ സ്ഥിരം മോഹൻലാൽ സിനിമകളെ പോലെ ഇതും കത്തിക്കയറുക തന്നെ ചെയ്യും. സോ അതോടെ തന്നെ കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന്. സോ അതിനോട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ നമ്പർ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.